എന്താ സച്ചേട്ടാ? തനിക്ക് ഭയങ്കര മറവിയാണല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഇന്നലെ രാത്രി ഞാൻ തന്നോട് എന്താ പറഞ്ഞേ? എന്താ? തന്റെ ഓർണമെന്റ്സ് എല്ലാം ബാങ്കിൽ കൊണ്ടുവയ്ക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. എന്താ തനിക്ക് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. എന്നിട്ടാണ് എന്നെ ഓർമ്മിപ്പിക്കാതിരുന്നത്. നല്ല ആളോടെ ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നത്. താൻ അതല്ല ഇങ്ങടുത്തെ. ഹലോ, തനിക്കിത് എന്തു പറ്റി? ഒന്നുമില്ല. എന്നാ ഇങ്ങെടുക്ക്. എത്ര രൂപയാണോ കൊടുക്കേണ്ടത് അതിൽ നിന്നൊരു നയാ പൈസ പോലും കുറയാതെ നമ്മൾ നമ്മളെ കൊടുത്തിരിക്കും. ഇത് അർച്ചന എഴുതിക്ക് തരുന്ന വാക്ക. എഴുതി ധൈര്യമായിട്ടിരിക്കുക. നാളെ ഈ സമയത്തിന് മുമ്പേ തന്നെ ആ വലിയ കടം അർച്ചന തന്നെ തീർക്കും. തന്റെ മുഖം കണ്ടാ തോന്നും ഇത് ഞാൻ വിൽക്കാനോ പണയം വെക്കാനോ കൊണ്ടുപോകണമെന്ന്. എടോ, ഇത് ലോക്കറിലുണ്ടാവും. എപ്പോ വേണോന്ന് തനിക്ക് തോന്നിയാലും താൻ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അപ്പോ എടുത്തുതരാം. താനിത് സന്തോഷത്തോടെ തരുമോ? ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്കുള്ള അടിസ്ഥാന സ്വഭാവം തനിക്കുണ്ടല്ലോ. കയ്യിലിരിക്കുന്ന സ്വർണം മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴുള്ള ഒരു വിഷമം. എന്നാ ഞാൻ ഇറങ്ങുവാണേ. പോട്ടെ. എടോ, ഇതൊന്ന് പിടിച്ചേ. ഹലോ ആനന്ദ്. അതിപ്പോഴാണ് ആനന്ദ് പറയുന്നത്. ആനന്ദിനോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇങ്ങനെ ഓരോ എക്സ്ക്യൂസുകൾ പറയരുതെന്ന്. നന്ദേട്ടൻ വന്നിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗ് ആയത് അറിയാലോ തനിക്കത്. ചുമ്മാ ഓരോ തലവേദന ഉണ്ടാക്കി വെക്കാനായിട്ട്.